ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നേർവയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ദൈവവചനമായി നിൽക്കുവാൻ കർത്താവ് തന്ന ഈ നല്ല അവസരത്തിനായി തിരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ വ്യാജത്തെക്കുറിച്ച് അല്പമായി പ്രസ്താവിപ്പാനിടയായി. നിരന്തരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിർബന്ധിക്കുന്ന, ചിന്തിപ്പിക്കുന്ന, പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. അതിൽ നിന്ന് ആ വേദനയിൽ നിന്നുളവായ ചില കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ പ്രസ്താവിച്ചത്. ഇതിലും എനിക്കതാണ് പറയാനുള്ളത്. 2 വീഡിയോ ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചതല്ല, പക്ഷേ വേണ്ടി വരുന്നു. ഈ വ്യാജം പറയുന്നത് കൊണ്ട്, വ്യാജ പ്രസ്താവനകൾ കൊണ്ട് എന്ത് ദോഷമുണ്ടാകുന്നു? അതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? യെരമ്യാവ് 5:31 നാം വായിച്ചതുപോലെ ഒരു ചോദ്യം നമ്മുടെ മുൻപിൽ ശേഷിക്കുന്നു. വ്യാജം പ്രസ്താവിക്കുന്നവർ അത് ജനത്തിന് ഇഷ്ടമാണ്. കള്ളപ്രവാചകന്മാരുടെ ഒരാഴ്ച ഒരാൾ വന്നു, അടുത്ത ആഴ്ച വേറൊരാൾ വന്നു, മൂന്നാമത്തെ ആഴ്ച വേറൊരാൾ വന്നു. ഈ 3 പേരും ചിലരോട് ദൂതെന്നും പറഞ്ഞ് പറയുന്നത് നോക്കിയാൽ 3 തമ്മിൽ യാതൊരു ബന്ധവും കാണത്തില്ല. എന്നാലും കേൾക്കുന്നവർക്ക് വലിയ ഇഷ്ടമായി അവന് കാശ് വാരിക്കോരി കൊടുക്കുകയും ചെയ്യും. എന്നാൽ ഞാൻ പിന്നെയും പറയുന്നു, ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തിക്കെതിരല്ല. ഉറപ്പായി വിശ്വസിക്കുന്നു. ദൈവാത്മാവിൻ്റെ ആലോചനയെ അറിയിക്കുന്ന, പ്രാർത്ഥനയിലും ദൈവകൃപയിലും ആശ്രയിക്കുന്ന, ദൈവസന്നിധിയിൽ താണിരിക്കുന്ന, വിശ്വസ്തയോടെ കർത്താവിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന, ഇത് ദൈവം തന്നതാണെന്നുള്ള ബോധത്തോടെ ആത്മീയ ശുശ്രൂഷ നിർവഹിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ കള്ളനോട്ടുകളെ കൊണ്ട് ആത്മീയ രംഗം മലീമസമായിരിക്കുന്നു. എന്നാലും ജനത്തിനത് ഇഷ്ടമാണ്. അപ്പോൾ എന്നാൽ ദൈവത്തിന് ഇഷ്ടമാണോ? അതുകൊണ്ട് നാം ഇങ്ങനെ പോഷ്ക്ക് പറഞ്ഞ് ഇവിടെ പല കാര്യങ്ങളും സാധിച്ച് പണം ഉണ്ടാക്കി, അതിന് എല്ലാ രീതിയിലും പ്രശസ്തി, പേര്, അംഗീകാരം, സമൂഹത്തിൽ നല്ല സ്ഥാനം, ഒരു നിലയും വിലയും ഉണ്ടാക്കി. ഇതെല്ലാം ഉണ്ടാക്കി. പക്ഷേ ദൈവം അംഗീകരിക്കൂ? 1 ശമൂവേൽ 15:29 വ്യാജം പറവാൻ അവൻ മനുഷ്യനല്ലെന്ന് കാണാം. ശമൂവേൽ ശൗലിനോട് പറഞ്ഞതാണ്, വ്യാജം പറവാൻ അവൻ മനുഷ്യനല്ല. തീത്തോസ് 1-ാം വാക്യത്തിൽ പോഷ്കില്ലാത്ത ദൈവം എന്ന് കാണാം. ദൈവം പോഷ്ക്ക് പറയുന്നവനല്ല. മാത്രമല്ല സാദൃശ്യവാക്യം 6-ാം 17-18 വാക്യങ്ങളിൽ 18-19 6 കാര്യം യഹോവ വെറുക്കുന്നു. ശ്രദ്ധിക്കണം, 6 കാര്യം യഹോവ വെറുക്കുന്നു, 7 കാര്യം അവന് അറപ്പാകുന്നു. ഏതൊക്കെയാണ്? ദൈവം വെറുക്കുന്നു, ദൈവത്തിന് അറപ്പാണ്. അതിൻ്റെ അർത്ഥം വെറുക്കുന്നു. ഗർവമുള്ള കണ്ണും, വ്യാജമുള്ള നാവും, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയും, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും, ദോഷത്തിന് ബന്ധപ്പെട്ട ഓടുന്ന കാലും, പോഷ്ക്ക് പറയുന്ന കള്ളസാക്ഷിയും, സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവൻ തന്നെ. പോഷ്ക്ക് പറയുന്ന കള്ളസാക്ഷി വ്യാജം, വ്യാജമുള്ള നാവ്, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം, ഇതെല്ലാം വ്യാജത്തിൽ നിന്നാണ്. അപ്പോൾ ആ 7 കാര്യം പറയുന്നതിൽ 3 കാര്യവും പോഷ്കിനാണ് കൊടുത്തിരിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം പോഷ്കിൽ പ്രസാദിക്കുന്നതല്ല, പോഷ്ക്ക് അംഗീകരിക്കത്തില്ല. പോഷ്ക്ക് പറയുന്നത് ദൈവത്തിന് അറപ്പാണ്. സാദൃശ്യവാക്യം 21-ാം അധ്യായത്തിൽ ഒരു നല്ല വാക്യമുണ്ട്. അതിൻ്റെ 6-ാം വാക്യം, കള്ളനാവ് കൊണ്ട് ധനം സമ്പാദിക്കുന്നത് പാറിപ്പോകുന്ന ആവിയാകുന്നു, അതിനെ അന്വേഷിക്കുന്നവർ മരണത്തെ അന്വേഷിക്കുന്നു.
ഒന്നുകൂടെ ഞാൻ തറപ്പിച്ച് പറയാം. കള്ളനാവ് കൊണ്ട് ധനം സമ്പാദിക്കുന്നത് പാറിപ്പോകുന്ന ആവിയാകുന്നു. അതിനെ അന്വേഷിക്കുന്നവർ മരണത്തെ അന്വേഷിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ സ്റ്റേജുകളിലെ പ്രസംഗങ്ങൾ, സ്റ്റേജുകളിലെ പ്രസ്താവനകൾ, പ്രവചനങ്ങൾ, ഇല്ലാത്ത ഉണ്ടെന്ന് ഭാവിച്ച് കാണിക്കുന്ന കാട്ടിക്കൂട്ടുന്ന ആ പ്രകടനങ്ങൾ, അത് കള്ളനാവ് കൊണ്ടല്ലേ? അങ്ങനെ വരുമ്പോൾ അതിനെ അന്വേഷിക്കുന്നവൻ മരണത്തെ അന്വേഷിക്കുന്നു. എന്നെ കേൾക്കുന്ന വത്സര സഹോദരങ്ങളെ, ദൈവത്തെ വലയ്ക്കുവാൻ തക്കവണ്ണം വ്യാജം പ്രസ്താവിക്കുന്ന വ്യാജ പ്രവാചകന്മാരെ തൽക്കാലം നേട്ടം ഉണ്ടായേക്കാം. പക്ഷേ അതിനെ അന്വേഷിക്കുന്നവൻ കാശിന് വേണ്ടിയാണെങ്കിൽ അത് മരണത്തിന് കാരണമാകുന്നു. 15-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, ആരവിടെ കയറും, ആരവിടെ നിൽക്കും. ഞാൻ കയറും, ഞങ്ങൾ നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ദൈവവചനം എന്ത് പറയുന്നു? യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്ന അടുത്ത വാക്ക്, നാവ് കൊണ്ട് കുരള പറയാതെയും. നാവ് കൊണ്ട് കുരള പറയാത്തവൻ, മറ്റു വാക്കുകൾ പറഞ്ഞാൽ കള്ളം പറയാത്തവൻ. 24-ാം സങ്കീർത്തനം 3-4, യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. ദൈവം കള്ളപ്രസ്താവനകളെ അംഗീകരിക്കയില്ല. വ്യാജത്തിന് വ്യാപാര ശക്തിയിൽ വിശ്വസിച്ച്, സത്യത്തെ വിശ്വസിക്കാതെ ഭോഷ്കിനെ വിശ്വസിക്കുന്ന, അവരിൽ വ്യാപരിക്കുന്ന ഈ വ്യാപാര ശക്തി, അത് അവരെ കൊണ്ട് ഭോഷ്ക. അവരും പറയുന്നത് എന്താ? ഞങ്ങൾ ദൈവങ്ങളാ, ഞങ്ങൾ വിശുദ്ധരാ, ഞങ്ങൾക്ക് ആത്മാവുണ്ട്, ഞങ്ങൾക്ക് ശക്തിയുണ്ട്, ഞങ്ങൾ വലുത് ചെയ്യും, ഞങ്ങൾ പ്രവർത്തിക്കും. ചില താൽക്കാലിക സന്തോഷങ്ങൾ, എന്നാൽ താൽക്കാലിക സന്തോഷങ്ങൾ കിട്ടിയെന്ന് വരാം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ലോങ് റൺ, ദീർഘ അളവിൽ യെരമ്യാവ് ചോദിച്ച പോലെ ഒടുക്കം നിങ്ങൾ എന്തോ ചെയ്യും എന്നോട് നിന്ന് 2 പേര് ഇറങ്ങിപ്പോകുന്ന രംഗം ഒന്ന് ചിന്തിച്ച് നോക്കുക. കാരണം പിശാചിൻ്റെ ഭോഷ്കു വിശ്വസിച്ചു. അവൻ കള്ളം പറയുന്നതിനും അവൻ്റെ അപ്പനും അവൻ്റെ മക്കളാണ് കള്ളം പറയുന്നത്. യോഹന്നാൻ പറഞ്ഞു ദൈവമക്കളെ കുറിച്ച്, നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലാകുന്നു, അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. ഭോഷ്കൊന്നും സത്യത്തിൽ നിന്ന് ഭോഷ്കൊന്നും വരത്തില്ല. അപ്പോൾ നിരന്തരം ഒരു കള്ളം ഞാൻ പറയും, എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാറുണ്ട്, ഒരു കള്ളം മറയ്ക്കണമെങ്കിൽ 9 കള്ളം പറയണം. അത് മറയ്ക്കണമെങ്കിൽ പിന്നെയും അനേകം മടങ്ങ് പറയണം. ഇങ്ങനെ കള്ളം പറഞ്ഞ് അത് സത്യമാണെന്ന് അവരെങ്ങ് വിശ്വസിക്കും. കാരണം ആ വ്യാപാര ശക്തി, ഭോഷ്കിൻ്റെ വ്യാപാര ശക്തി ഉള്ളിൽ കടന്നുകൂടി അവരും ഇതേ വേഷം തന്നെയായിരിക്കും. അതുകൊണ്ടാണല്ലോ പൗലോസ് പറഞ്ഞത്, സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ. വെളിച്ചത്തിൻ ദൂതൻ വേറെയാ, നമ്മുടെ കർത്താവാ. പലപ്പോഴും ദുരാത്മീയ വ്യാപാരത്തെക്കുറിച്ച് പറഞ്ഞ വെളിച്ചദൂതൻ ഇല്ല, വെളിച്ചദൂതൻ്റെ വേഷമാ പിശാച് കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ അവൻ്റെ ദാസന്മാർ, ഈ കർത്താവിൻ്റെ അപ്പോസ്തലന്മാരെ വേഷം കിട്ടുന്നത് അതിശയമല്ല. അത് ഞാൻ ആ വാക്യം വായിക്കാം. 2 Corinthians 15-ാം അധ്യായം 13, 14, 15. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപട വേലക്കാർ, ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവർ അത്രേ. അത് ആശ്ചര്യവുമല്ല. സാത്താൻ താനും വെളിച്ച ദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവൻ്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്കൊത്തതായിരിക്കും.
തൽക്കാലം നിന്ന് പഠിക്കാം. ഞാൻ ആദ്യം പറഞ്ഞു, മറ്റേ വീഡിയോയിൽ പറഞ്ഞ പോലെ സമൂഹത്തിന് അംഗീകാരവും സമൂഹത്തിൻ്റെ സ്ഥാനവും മാനവും വിലയും ഒക്കെ ഉണ്ടാകും. എല്ലാവരും പൊക്കിക്കൊണ്ട് നടക്കാം. പക്ഷേ ഒടുക്കം എന്തോ ചെയ്യും? ഇങ്ങനെയുള്ളവർ കള്ളയപ്പോസ്തലന്മാർ. എങ്ങനെയുള്ളവരാണ് കള്ളയപ്പോസ്തലന്മാർ? ഞാൻ ഇത് ഒരു എന്താ പറയുക, സ്റ്റഡി ആയിട്ടല്ല അറിയാം. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ തന്ന ആ ചിന്തകൾ അങ്ങ് നുറുങ്ങായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഇങ്ങനെയുള്ളവർ കള്ളയപ്പോസ്തലന്മാർ. എങ്ങനെയുള്ളവർ? ആ 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ തുടങ്ങിയാൽ മനസ്സിലാകും. പ്രത്യേകിച്ച് 4-ാം വാക്യം, ഞങ്ങൾ പ്രസംഗിക്കാത്ത വേറൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ സഹിക്കുന്നത്, നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. വേറൊരു യേശു, വേറൊരു ആത്മാവ്, വേറൊരു സുവിശേഷം. ക്രിസ്തുയേശു വന്നത് പാപികളെ രക്ഷിക്കാൻ, പാപത്തിന് പരിഹാരം വരുത്താൻ. 1-ാം അധ്യായത്തിലുണ്ട്, അവൻ പാപത്തിന് പരിഹാരം വരുത്തിക്കൊണ്ട് ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരുന്നു. പാപപരിഹാര ബലിയായ കർത്താവായ ക്രൂശിക്കപ്പെട്ട യേശുവിനെ, പൗലോസ് പറഞ്ഞ പോലെ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നു. ക്രിസ്തു നിന്റെ പാപത്തിനു വേണ്ടി, എൻ്റെ പാപത്തിനു വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ പാപത്തിനു വേണ്ടി ക്രൂശിൽ മരിച്ചു. അവൻ അടക്കപ്പെട്ടു, അവൻ ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. ആ യേശുവിൻ്റെ നാമത്തിൽ പാപമോചനമുണ്ട്, രക്ഷയുണ്ട്, വീണ്ടും ജനനമുണ്ട്, നിത്യതയുണ്ട് എന്ന് വിശ്വസിച്ച് എന്ന് പഠിപ്പിക്കുന്നതിന് പകരം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെപ്പടി വിദ്യകളും കൊണ്ട് നീങ്ങിയാൽ കള്ളയപ്പോസ്തലനാണ്. മുൻപൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെയുള്ള ലേഖനങ്ങൾ അത്ഭുതങ്ങളെക്കുറിച്ചല്ല പറയുക. അത്ഭുതങ്ങൾ നടക്കാം. രക്ഷിക്കപ്പെട്ട വിശ്വാസി ജീവിക്കാനുള്ള നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങളാണ് പറയുന്നത്. അത് പറയാതെ പാപമോചകനായ, പാപത്തിൽ നിന്ന് വിടുവിക്കുന്ന യേശുവിനെ കുറിച്ച് പറയാതെ കാശ് തരുന്ന യേശു, സമൃദ്ധി തരുന്ന യേശു, വാൽന്തം മൂലാത്ത കാര്യം, മണ്ണിൻ്റെ സൗകര്യങ്ങൾ തരുന്ന യേശുവിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ അത് വേറെ യേശുവാണ്. മാത്രമല്ല വേറൊരു ആത്മാവ്. ക്രിസ്തു യേശുവിനെ കുറിച്ച് പഠിപ്പിക്കാത്ത, സകല സത്യത്തിലും വഴി നടത്താത്ത, പത്യോപദേശത്തിൽ നമ്മെ നിർത്താത്ത, നമ്മെ വളർത്താത്ത ഏതൊരു ആത്മാവിൻ്റെ പ്രവൃത്തിയും വ്യാജാത്മാവ്. സുവിശേഷം, സമൃദ്ധിയുടെ സുവിശേഷം, വിടുതലിന് സുവിശേഷം, ഇതെല്ലാം വ്യാജാത്മാവ്. കാരണം സുവിശേഷം എന്താ? ക്രിസ്തു കേന്ദ്രീകൃതമാണ്. യേശു ക്രിസ്തുവിനെ മാറ്റി നിർത്തി മറ്റ് ഭൂമിയിൽ എന്തുണ്ടായാലും എന്ത് ഗുണം? കോടികൾ സമ്പാദിക്കട്ടെ, അതുകൊണ്ട് എന്ത് നേട്ടം? താൽക്കാലിക ലാഭത്തിന് വേണ്ടി മനുഷ്യരെ പിഴിഞ്ഞ് പണം ഉണ്ടാക്കി കൊടുത്തു തരിച്ച് അവരും നശിച്ച്, കഴിഞ്ഞ കപടഭക്തിക്കാരെ കുറിച്ചുള്ള വീഡിയോയിൽ അത് പറഞ്ഞതാണ്, തങ്ങളും നശിച്ച് മറ്റുള്ളവരെ നശിപ്പിച്ച് ദൈവനാമത്തിന് അപമാനമായി മാറുന്ന ദുഃഖകരമായ സ്ഥിതിവിശേഷം. കള്ളയപ്പോസ്തലന്മാർ, കപട വേലക്കാർ, സാത്താന്യ ശുശ്രൂഷകർ, ഇന്ന് അവർക്കാ ചെവി കൊടുക്കുന്നേ. അവരുടെ വാക്കിനാ പ്രാമുഖ്യം. എന്നാൽ എന്ന് പറയട്ടെ, അതെല്ലാം ദൈവികമല്ല. ദൈവം ഒരിക്കലും പോഷ്കിനെ അംഗീകരിക്കത്തില്ല, അതിനെ വെറുക്കുന്നു. വെറുതെയല്ല, യാക്കയുടെ മകൻ ആഗൂല് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച്, സാർഷ്യവാക്യം 30-ാം അധ്യായത്തിലുണ്ടല്ലോ അത്. സാർഷ്യവാക്യം 30-ാം അധ്യായം 7-8 വാക്യങ്ങൾ വായിക്കുന്നു. 2 കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, ജീവപര്യന്തം അവ എനിക്ക് നിഷേധിക്കരുതേ. വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ. ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന എന്നെ പോഷിപ്പിക്കണമേ. 2 കാര്യം എന്നോട്, വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ. നോക്കണേ, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? വ്യാജവും ഭോഷ്കും, വിശ്വസിക്കുന്ന കള്ളപ്രചരണങ്ങൾ,
ഒരു ലജ്ജയുമില്ലാതെ, ഒരു മടിയും. കാരണം അവർ പിശാചിന്റെ ശുശ്രൂഷക്കാർ, പിശാചിന്റെ ദാസന്മാർ. സത്യസന്ധത അവൾ തൊട്ടു വെച്ചിട്ടില്ല. അഭിനയം, കപടവേലക്കാർ. ദൈവത്തിൻ്റെ ആത്മാവ് ദൈവവചനത്തിൽ ഇങ്ങനെയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മളെ ഓർപ്പിക്കുമ്പോൾ അതിൻ്റെ മുൻപിൽ വിറയ്ക്കുകയാണ് നാം വേണ്ടത്. വിറയ്ക്കുക. കള്ളം പറഞ്ഞവർക്ക് എന്ത് പറ്റി? നമ്മൾ പറയാമല്ലോ, അബ്രഹാം കള്ളം പറഞ്ഞു, ദൈവത്തിൻ്റെ ആ വിശ്വാസികളെ പറഞ്ഞു. പക്ഷേ എന്ത് പറ്റി? അവൾ എൻ്റെ ഭാര്യയല്ല, എൻ്റെ സഹോദരി. അർത്ഥസത്യം, അർത്ഥസത്യമോ? പകുതി കള്ളം പകുതി സത്യം. അവൻ്റെ സഹോദരിയുമാണ്, അവൻ്റെ ഭാര്യയുമാണ്. എന്നിട്ട് വേറൊരിടത്ത് വിശദീകരിച്ചു, പിന്നെ അവള് രാജകൊട്ടാരത്തിൽ പോകേണ്ടി വന്നു. അപ്പോഴാണ് പിടിക്കപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞത്, എൻ്റെ അപ്പൻ്റെ മോളാ, എൻ്റെ അമ്മയുടെ മോളല്ല. അല്ല. അപ്പോഴും അർത്ഥസത്യം. എന്തു പറ്റി? കള്ളം പറഞ്ഞുകൊണ്ട് ഭാര്യ നേരത്തെ പറഞ്ഞത്, നീ നിമിത്തം ചിലപ്പോൾ എന്നെ കൊല്ലും. നോക്കണേ, വിശ്വാസികളുടെ പിതാവിന് പോലും അങ്ങനെ ഉള്ള മുന്നിൽ സംഭവിച്ചോ? സംശയം. കൊല്ലാൻ നടത്താൻ കർത്താവിന് കഴിയില്ലേ? വിളിച്ചവൻ നടത്താൻ വിശ്വസനല്ലേ? അപ്പോൾ അർത്ഥസത്യം പറയുന്നതും അതിൻ്റെ കോൺസിക്വൻസസ്, അനന്തരഫലം അനുഭവിക്കേണ്ടി വരും. മാത്രമല്ല, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൽ ആണെന്ന് തോന്നുന്നു ഒരു സംഭവം ഉണ്ടായി. ഒരു പ്രവാചകൻ ബേഥേലിലെ യാക്കോബിനെതിരെ വന്ന് പ്രവചിച്ചു. യൊരോബെയാം അവൻ പ്രവചിച്ച പോലെ സംഭവിച്ചു. അപ്പോൾ അവൻ യഹൂദയിൽ നിന്ന് വന്നയാളാണ്. എന്നിട്ട് 1 രാജാക്കന്മാർ 13-ാം അധ്യായത്തിലുള്ള സംഭവമാണ്. യഹൂദയിൽ നിന്ന് യൊരോബെയാമിനെതിരെ പ്രവചിച്ചു. അവനെ രാജാവ് യാക്കോബിൽ നിന്ന് പിടിക്കാൻ ഇരിക്കുകയാണെങ്കിൽ അവൻ്റെ കൈ വരണ്ടുപോയി. അപ്പോഴേക്ക് പിന്നെ അവനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. രാജാവ് പിന്നെ അവനോട്, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ നിനക്കൊരു സമ്മാനം രാജകൊട്ടാരത്തിൽ വരുന്നാൽ സമ്മാനമൊക്കെ തരാമെന്ന് പുള്ളി പറഞ്ഞു. ഇന്നത്തെ പ്രവാചകന്മാരാന്നേ, കർത്താവ് എനിക്ക് വേണ്ടി കരുതി, അത്ഭുതം, സ്തോത്രം സ്തോത്രം സ്തോത്രം, 4 സ്തോത്രം കൂടുതൽ പറഞ്ഞു. പക്ഷേ ആ ദിവസം പറഞ്ഞു, ഞാൻ വരികയില്ല, ആഹാരവും കഴിക്കത്തില്ല, വെള്ളവും കുടിക്കുകയില്ല, കാരണം ഇവിടെങ്ങും വരരുതെന്ന് എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതറിഞ്ഞ് അവൻ രാജകൊട്ടാരത്തിൽ പോയില്ല. അവന് വേറൊരു വഴിയായിട്ട് അവന് വിശദമായിട്ട് 1 രാജാക്കന്മാർ 13-ാം അധ്യായത്തിലുണ്ട്. അത് വായിച്ചാൽ മതി. അവൻ വേറൊരു വഴിയായിട്ട് പോയപ്പോൾ അവിടെ ബേഥേലിൽ വേറൊരു വയസ്സൻ താമസം ഉണ്ടായിരുന്നു. പുള്ളി പതുക്കെ അയാളുടെ മക്കളെ വന്ന് അവനെക്കുറിച്ച് പറഞ്ഞു തന്നെ, എനിക്ക് ആ വഴി പോകണമെന്നായി ചെന്നു. നോക്കണം, പരമാർത്ഥിയായ ആൾക്ക് പോലും ഒരു അബദ്ധം ഉണ്ടായത്. അവനെ ക്ഷണിച്ചപ്പോൾ ആദ്യം പറഞ്ഞു, ഇല്ല ഞാൻ വരത്തില്ല, ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നേ, പോയ വഴി തിരിച്ചു വരരുത്, അവിടുന്ന് ആഹാരമൊന്നും കഴിക്കരുത്, വെള്ളം പോലും കുടിക്കരുത്. ഉടനെ പുള്ളി ഒരു പ്രവചനം എന്താ, നീ പോയി അവനെ വിളിച്ചുകൊണ്ട് വന്ന് അവനെ ഭക്ഷണം കൊടുത്ത് അവനെ ശുശ്രൂഷിക്കണമെന്ന് ദൈവം എന്നോട് അരുളി ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പാവം ശുദ്ധവതിക്ക് അങ്ങ് വിശ്വസിച്ചു പോയി. ചിന്തിച്ചില്ല, എൻ്റെ ദൈവം ഇന്നലെ പറഞ്ഞതിന് ഇന്ന് വ്യത്യാസമായി പറയുമോ എന്ന് നമ്മൾ അനേകരും ചെയ്യുന്ന പോലെ. ദൈവം പറഞ്ഞാൽ പിന്നെ അതിന് മാറ്റമില്ല. അതിന് വിരുദ്ധമായി ദൈവം പറഞ്ഞാൽ ദൈവമല്ല. അയാളുടെ കൂടെ പോയി അവിടെ വീട്ടിൽ ഇരുന്ന് ശാപ്പാട് എന്നാൽ അവനെ വലച്ചയാൾ ചിന്തിക്കണം. അതും ചിന്തിച്ചില്ല. അവൻ്റെ വീട്ടിൽ നമ്മൾ കുശാലായി ശാപ്പാടിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഇയാൾ പ്രവചിക്കുക, നീ ദൈവം നോക്കണം, നീ ദൈവകൽപ്പന ലംഘിച്ചുകൊണ്ട് നീ വഴി തീരും, അല്ലെങ്കിൽ നിൻ്റെ കല്ലറയിൽ നിന്നെ അടക്കുകയില്ല. അവൻ പോകുന്ന വഴിക്ക് തിരിച്ചു പോയി, ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോൾ തിരിച്ച് പോയ വഴിക്ക് സിംഹം കൊന്നു. അപ്പോൾ വ്യാജത്തെ നമ്മൾ വിശ്വസിച്ചാൽ ആരായാലും, അന്യാസിൻ്റെയും സഫീരിൻ്റെയും കാര്യം വേദവസ്തുവത്തോട് പരിചയമുള്ള എല്ലാവർക്കും അറിയാമല്ലോ. അവിടെ പോലും പത്രോസ് പറഞ്ഞത്, അനന്യാസേ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൽ. എൻ്റെ ദൈവമേ, ഇന്ന് അങ്ങനെ ആത്മാവ് പ്രവർത്തിച്ചെന്നെങ്കിൽ ഇന്ന് സഭയെ വല്ലവരും കാണുമായിരുന്നു. വലിയ നേതാവ് മുതൽ താഴെയുള്ള പുള്ളി വരെ തീർന്നു.
പരിശുദ്ധാത്മാവ് വഴി വ്യാജം കാണിപ്പാൻ. അത് കേട്ടത് അവിടെ ചുരുണ്ടു വീണു, അവനും എൻ്റെ ഭാര്യ. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. എനിക്കൊരു സംശയമുള്ളത്, ഇത്ര ഗൗരവമേറിയ മുന്നറിയിപ്പുകൾ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നതൊന്നും ആരും കാണുന്നില്ലയോ? പിന്നെ ഒരു കാര്യമുണ്ട്, ഇന്ന് ആത്മീയ മണ്ഡലത്തിൽ നല്ലൊരു ശതമാനം ആളുകൾക്കും ദൈവവചനം പഠിക്കാനോ ദൈവവചനം ധ്യാനിക്കാനോ സമയമില്ലല്ലോ. അത് ബിസിയല്ലേ. യെരമ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ യഹോവയുടെ വചനം അവർക്ക് വെറുപ്പാകുന്നു. എന്നെ പോലുള്ള ചില മണ്ടന്മാർ ഉണ്ട്. അതുപോലെ പല ആളുകളും ഈ വീഡിയോ കണ്ടിട്ട് എന്നെ വിളിക്കാറുണ്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോകൾ പലതും കണ്ട് അപ്പം ഞാൻ എന്നേക്കാളും തിരുമണ്ടന്മാരായ പല ദൈവദാസന്മാരും അറിയപ്പെടാതെ അങ്ങ് ഇരിക്കുന്നുണ്ടല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഭൂമിയിൽ നിന്ന് ജീവൻ എടുക്കുന്നവരെ, കർത്താവിനെ തിരിച്ചു വിളിക്കുന്നവരെ സത്യം പറയണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതിനാ കർത്താവിനെ ജീവനോടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ പോഷ്ക് പറയുന്ന ഒരു വ്യക്തിയും രക്ഷിക്കപ്പെടാതിരിക്കത്തില്ല. പോഷ്കിൽ പ്രിയപ്പെടുന്ന ആരും രക്ഷപ്പെടുകയില്ല. നമ്മൾ വായിച്ച കൊലോസ് ലേഖനത്തിലും എഫേസ് ലേഖനത്തിലും അവിടെ പറയുന്ന വ്യാജം പോഷ്ക് പറയാതെ ഉപേക്ഷിക്കുക. പോഷ്ക് ഉപേക്ഷിച്ച്, കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ ഒരു വാക്യം ഇപ്പോൾ അത് എവിടെ കിടക്കുന്നെന്ന് പറയാം. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. യോഹന്നാൻ പറയുന്നു, പോഷ്കൊന്നും നിങ്ങൾ സത്യം അറിയായിക കൊണ്ടല്ല, നിങ്ങൾ അത് അറിയാലും പോഷ്കൊന്നും സത്യത്തിൽ നിന്ന് വരായികയാലും അത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത്. പോഷ്കൊന്നും സത്യത്തിൽ നിന്ന് വരത്തില്ല. രണ്ടും കൂടെ മിക്സ് ചെയ്യണ്ട. 2 നാം വായിച്ചല്ലോ, പോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയച്ചിരിക്കുന്നു. ദൈവവചനം ഉള്ളവണ്ണം അനുസരിക്കാൻ ആര് തയ്യാറില്ലയോ, ദൈവവചനത്തെ അംഗീകരിക്കാൻ ആര് തയ്യാറില്ലയോ അവരെ സംബന്ധിച്ചുകൊണ്ടുള്ള പോഷ്ക് വിശ്വസിക്കാതെ കാണാം. വ്യാജത്തിന്റെ വ്യാപാര ശക്തിക്ക് അവർ കീഴ്പ്പെട്ടു. ആഹാബിന്റെ കാലത്തെ മിഖായാവ് പറഞ്ഞ പോലെ, പോഷ്കിന്റെ ആത്മാവ് നിന്റെ പ്രവാചകന്മാരുടെ വായിലായിരിക്കുന്നു. ഇന്നത്തെ കാലത്തും ഇത് തന്നെ സമ്പാദിക്കുന്നു. എല്ലാവരുടെയും ലക്ഷ്യം ദൈവീയ സമ്പാദനം. ഒരു കാലത്ത് ദൈവത്തിൻ്റെ ദാസന്മാർ എന്ന് പറഞ്ഞ സ്ഥാനത്ത്, ക്ഷമിക്കണം ഞാൻ പറഞ്ഞു പോട്ടെ, ദ്രവ്യദാസന്മാർ എന്ന് വിളിക്കുന്ന എന്താ പറയുക, ദുഃഖകരമായ സാഹചര്യം. ദൈവത്തിൻ്റെ ദാസന്മാർ തല പോയാലും ദൈവദാസൻ സത്യം പ്രസ്താവിക്കും. ഇപ്പൊ കൊല്ലുമെന്ന് പറഞ്ഞാലും യോഹന്നാൻ ഹെരോദാവിൻ്റെ ആകാത്ത ബന്ധത്തെ, ജീവിതത്തെ, അതിനെക്കുറിച്ച് മിണ്ടായിരുന്നാൽ മതിയായിരുന്നു, തല പോകത്തില്ലായിരുന്നു. പക്ഷേ പുള്ളിക്കൊരു പ്രത്യേകതയുണ്ട്, നീതിയും വിശുദ്ധിയും ഉള്ളവനായിരുന്നു. അവിടെ പോഷ്കില്ല, അവനിൽ പോഷ്കിൻ്റെ വ്യാപാരമില്ല. അപ്പോ പാവത്തെ ശാസിച്ചു, ഫലം തലപോയി. പ്രിയമുള്ളവരെ, എത്ര ഭയാനകം. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ശ്രദ്ധേയമായ കാര്യം കാണാം. തെളിച്ച് യോഹന്നാൻ അങ്ങ് പറഞ്ഞിരിക്കുന്നു, അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിൽ ഇല്ല. ഒരു വളച്ചുകെട്ടുമില്ല കേട്ടോ. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആര്? കള്ളൻ. സത്യം അവനില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ കർത്താവിനെ അറിയുന്നു എന്ന് പറയുകയും കർത്താവിനെ അനുസരിക്കാതെ വ്യാജാത്മാവിനെ അനുസരിക്കുന്നവർ, വ്യാജം പറയുന്നവർ, എന്തുകൊണ്ടായാലും ശരി, അവൻ കള്ളൻ. അവനിൽ സത്യമില്ല. ദൈവാത്മാവ് അവനിൽ പ്രവർത്തിക്കുകയില്ല. കാരണം അത് സത്യാത്മാവ്. ദൈവത്തിനടുത്ത് പിശാച് എത്രയോ സന്ദർഭങ്ങൾ വേദപുസ്തകം ഉദ്ധരിച്ചിരിക്കുന്ന കാണാം.
സത്യവചനത്തെ ദുരാത്മാവ് ഇഷ്ടം പോലെ ഉപയോഗിക്കും അവൻ്റെ ആവശ്യത്തിന് വേണ്ടി. ഇപ്പം യേശു ക്രിസ്തുവിൻ്റെ പരീക്ഷയിൽ 3 സമയത്തും അല്ലെങ്കിൽ ദൈവപുത്രനെങ്കിൽ അപ്പോൾ കല്ലപ്പം ആകാൻ പറഞ്ഞതും, ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടാൻ പറഞ്ഞതും, വീണ് നമസ്കരിക്കാൻ പറഞ്ഞതും അതെല്ലാം വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അവനും അറിയാം അവൻ്റെ സന്ദർഭത്തിനും ഇതുപോലെ വ്യാജ സുവിശേഷകർ, വ്യാജ അപ്പോസ്തലന്മാർ ദൈവവചനം സുന്ദരമായിട്ട് കൈകാര്യം ചെയ്യും അവരുടെ കാര്യസാധ്യത. അപ്പോൾ ശ്രദ്ധിക്കണം. അവിടെയും തീർന്നില്ല. മറ്റൊരു കാര്യം കൂടെ പറയാം. വേറെ കള്ളനെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. ഞാൻ 1 യോഹന്നാൻ 4-ാം അധ്യായം 20-ാം വാക്യം. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. അക്കണക്കിന് ഇന്ന് ആത്മീയ മണ്ഡലം ഒന്ന് വിലയിരുത്തി നോക്കണം. ദൈവവചനത്തിൻ്റെ ശരിയായ മാനദണ്ഡം വെച്ച് നോക്കിയാൽ ഇന്ന് ആരാധിക്കുന്നതിൽ നല്ലൊരു ശതമാനം കള്ളന്മാരും കള്ളികളുമാണ്. എന്താ കാരണം? ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്തു അല്ലെങ്കിൽ വെറുക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. കള്ളം പറയുന്നു. നോക്കിയാണേ എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്. ഈ കണക്കോ ഈ അളവ് പോലും വെച്ച് നോക്കിയാൽ നാം ഏത് ഗണത്തിൽപ്പെടും? കള്ളം പറയുന്നവരുടെ ഗണത്തിലോ കള്ളന്മാരുടെ ഗണത്തിലോ? 1 യോഹന്നാൻ 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറഞ്ഞു, നാം പാപം ചെയ്തിട്ട് എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു. ദൈവത്തെ കള്ളനാക്കുക. നമ്മുടെ പാപങ്ങളെല്ലാം മുടിവെച്ച്, നമ്മുടെ അഗാധ ജീവിതം മുടിവെച്ച് സാധാരണ പറയാനുണ്ടല്ലോ, കർത്താവ് ഞങ്ങൾ പാപം വല്ലതും ചെയ്തിട്ടുണ്ട്, ഞങ്ങളോട് ക്ഷമിക്കണേ. നിരപ്പ് പ്രാപിക്കാൻ പറ്റും. ഞാൻ നിങ്ങളോട് വല്ലതും ചെയ്തിട്ടുണ്ട്, ക്ഷമിച്ചത്. അത് കണ്ടുപിടിക്കുന്ന ജോലി മറ്റുള്ളവർക്കുള്ള, അവരവർക്കുള്ളതല്ല, കാപട്യം. അപ്പോൾ എനിക്ക് പാവമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ കള്ളൻ. ഒരു വാക്യം കൂടെ വായിച്ചോട്ടെ. സദൃശവാക്യം 30-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. അവൻ്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത്, അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടവരുത്. നോക്കണേ, അവൻ്റെ വചനത്തിൽ എന്തെങ്കിലും കലർപ്പുണ്ടാക്കുന്നവൻ, എന്തെങ്കിലും കൂട്ടിക്കലർത്തുന്നവൻ, എന്തുദ്ദേശത്തോടെ ആയാലും അവൻ ദൈവം വിസ്തരിക്കും. അപ്പോൾ വിസ്തരിക്കുന്നൊരു സമയമുണ്ട്. അന്നേരത്ത് കള്ളനാകരുത്. വിസ്തരിച്ച് കള്ളനെന്ന് തെളിഞ്ഞാൽ ശിക്ഷയുണ്ട്. വിസ്തരിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം പറയുന്നു, ഇന്നതാണ് സത്യം. മാത്രമല്ല, ഞാൻ ഒത്തിരി വാക്യങ്ങൾ ആ ബന്ധത്തിലുണ്ടെങ്കിലും തൽക്കാലം ഞാൻ നിയന്ത്രിക്കട്ടെ. 1-2 കാര്യങ്ങളുടെ പറഞ്ഞ് ഞാൻ അത് അവസാനിപ്പിക്കട്ടെ. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ രണ്ട് സ്ഥലത്ത് പറഞ്ഞിരിക്കുന്ന 2 പ്രയോഗങ്ങൾ പറയാം. 21-ാം അധ്യായം 8-ാം വാക്യം. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും പോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൈകയിലത്രേ. അത് 2-ാമത്തെ മരണം. പോഷ്ക് എല്ലാം മറ്റുള്ളവരുടെ കൂട്ടത്തിലാണ്. ഒരു കൂട്ടയും കൂട്ടി പോഷ്ക് പറയുന്ന ഏവരെയും, പോഷ്ക് പറയുന്ന ഏവരെയും. പോഷ്ക് പറയണമെങ്കിൽ പോഷ്ക് വിശ്വസിക്കണം. ഒരു വാക്യം കൂടി, വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 15-ാം വാക്യം. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും പോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുന്ന ഏവനും പുറത്ത് തന്നെ. പോഷ്കിൽ പ്രിയപ്പെടുകയും, ഒന്നുകൂടെ ഞാൻ പറയാം, പോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്ത് തന്നെ. ഒരു സൗജന്യമോടില്ല. എന്നാൽ വേറൊരു വേദഭാഗം കൂടെ വായിച്ചേച്ച് ഞാൻ ഇവിടെ തൽക്കാലം നിർത്താം. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെ കാണാം, പോഷ്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല, അവർ കളങ്കമില്ലാത്തവർ തന്നെ. സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടി നിൽക്കുന്ന ആളുകളും
എണ്ണിക്കൂടാത്ത അവിടെ നിൽക്കുന്നവർ, മറ്റു വാക്കിൽ പറഞ്ഞാൽ ദൈവസേനയിൽ നിൽക്കുന്നവർ, പോഷ്ക്ക് അവരുടെ വായിലുണ്ടായിരുന്നില്ല. അവർ കപടമില്ലാത്തവർ തന്നെ. എന്നെ കേൾക്കുന്ന പ്രിയരെ, എൻ്റെ വാക്കുകൾ ഈ ബന്ധത്തിൽ അവസാനിപ്പിക്കട്ടെ. ഇനി ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച്, പോഷ്കിനെ കുറിച്ചൊക്കെ പറയാനുണ്ട്. പോഷ്ക്ക് പറയുന്ന ആരും ഒരിക്കലും ദൈവസേനയിൽ നിലനിൽക്കത്തില്ല. തൽക്കാല ലാഭം ഉണ്ടായേക്കാം, ലോകത്തിന് നേട്ടം ഉണ്ടായേക്കാം, പക്ഷേ വലിയ നാശമാണ് നമ്മുടെ ജീവിതത്തെ. ഞാൻ 2-3 പ്രാവശ്യം ആവർത്തിച്ച വാക്യം ഒന്നുകൂടെ പറയുന്നു. പോഷ്കൊന്നും സത്യത്തിൽ നിന്ന് വരികയില്ല. സത്യമുള്ളിടത്ത് പോഷ്കിന് സ്ഥാനമില്ല. പൗലോസ് വേറൊരു ഭാഗത്ത് പറഞ്ഞു, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും, എഫെസ്യർ 4-ാം അധ്യായത്തിലുണ്ട്, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാണ്ടയാകും. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു സത്യസന്ധരായി, നിഷ്കളങ്കരായി, കപടമില്ലാത്തവരായി, വേർപെട്ടവരായി, നിർമ്മലരായി, പോഷ്ക്ക് ഇടം കൊടുക്കാതെ, പോഷ്ക്ക് വിശ്വസിക്കാതെ, പോഷ്കിൻ്റെ വ്യാപാര ശക്തിക്ക് അടിമപ്പെടാതെ ദൈവസ്ഥനിൽ ജീവിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് യേശു രക്തം ചെയ്യുന്നത്. എഫെസ്യർ 1-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും അപ്പോൾ കർത്താവ് പോഷ്ക്ക് വെറുക്കുന്നു. പോഷ്ക്ക് പറയുന്നവൻ ദൈവത്തിന് നിൽക്കില്ല. മാത്രമല്ല സംഗീതത്തിൻ്റെ വാക്യമുണ്ട്, പോഷ്ക്ക് പറയുന്നവരുടെ വായ് അടഞ്ഞു പോകും. 63-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ വ്യക്തമായി പറയുന്നു, പോഷ്ക്ക് പറയുന്നവരുടെ വായ് അടഞ്ഞു പോകും. മറ്റനേക വാക്യങ്ങൾ ആ യോഹനത്തിലുണ്ട്. ഞാൻ അതെല്ലാം നിർത്തട്ടെ, ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കട്ടെ. നാം ഒരിക്കലും പോഷ്കിൻ്റെ ആത്മാവിന് വിധേയരാകരുത്. പോഷ്ക്ക് വിശ്വസിക്കരുത്. കള്ളം പറയുന്നവരാകരുത്. കള്ളസത്യം ചെയ്യുന്നവരാകരുത്. നമ്മിൽ നിന്ന് ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുമുള്ള വെള്ളം പുറപ്പെടുകയില്ലല്ലോ. അതുപോലെ വിശ്വാസിയെങ്കിൽ ദൈവത്തിൻ്റെ സത്യസന്ധരായി, സത്യവചനത്തെ ഉള്ളതുപോലെ പാലിച്ചുകൊണ്ട്, അനുസരിച്ചുകൊണ്ട്, കർത്താവിന് കൊള്ളാവുന്നവരായി, വീണ്ടെടുപ്പ് നാളിനായി ഒരുങ്ങി നമുക്ക് ജീവിക്കാം. പോഷ്ക്ക് പറയുന്നത് എല്ലാം വഞ്ചിക്കാനാണ്, വശീകരിക്കാനാണ്. ആത്മീയ മണ്ഡലത്തിൽ ആദ്യം പറഞ്ഞ പോലെ കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും കപടവേലക്കാരും കള്ളയപ്പോസ്തലന്മാരും അരങ്ങു തീർക്കുന്ന വ്യാജത്തിൻ്റെ ആത്മാവ് ശക്തിയായി വ്യാപരിക്കുന്ന കാലത്ത് ആദ്യം ഒരു കാര്യം, ആദ്യത്തെ വീഡിയോയിൽ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു, സത്യം തുണി വസ്ത്രം ധരിക്കുന്നതിന് മുൻപ് പോഷ്ക്ക് പകുതി ദൂരം സഞ്ചരിച്ചിരിക്കും. അതുപോലെ ഇന്ന് വ്യാജത്തിൻ്റെ ആത്മാവ് വ്യാപരിച്ച് സകല മനുഷ്യൻ തെറ്റിച്ച് വൃതന്മാരെ പോലും തെറ്റിക്കുന്ന ദൈവദാസന്മാരെ, ദൈവജനത്തെ വലയ്ക്കുന്ന വ്യാപാരം നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. എന്നാൽ അവരുടെ വായ് അടഞ്ഞു പോകും. വിസ്തരിക്കുമ്പോൾ കള്ളനെന്ന് തെളിഞ്ഞാൽ ശിക്ഷയുണ്ട്. പോഷ്കിൽ പ്രിയപ്പെടുന്ന ഏവരും പുറത്തു തന്നെയെന്ന് ദൈവനും അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയുന്നു. നമുക്ക് സൂക്ഷിക്കാം. നാം പോഷ്കിൽ പ്രിയപ്പെടുന്നവരോ, പോഷ്ക്ക് വിശ്വസിക്കുന്നവരോ, പോഷ്ക്ക് പറയുന്നവരോ, അതോ പോഷ്കിനെ അനുസരിച്ച് പോഷ്കിൻ്റെ ആത്മാവിന് വശം വതരോ, നമ്മെ തന്നെ പരിശോധിക്കാം, നമ്മെ കണ്ടുപിടിക്കാം, ജീവിതത്തെ നിർമ്മലീകരിക്കാം. സത്യത്തെ സ്നേഹിച്ച്, സത്യം വിൽക്കാതെ, സത്യത്തെ വാങ്ങി, സത്യത്തിന് വേണ്ടി വില കൊടുത്ത് സത്യത്തിൽ നിൽക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. നാഥ, പോഷ്കിൻ്റെ വ്യാപാര ശക്തി സമൂഹത്തെ സ്വാധീനിച്ച് ആത്മീയ മണ്ഡലത്തിൽ ശക്തിയായി പ്രവർത്തിക്കുന്ന ഈ കാലത്ത് സത്യത്തിന് വേണ്ടി നൂർന്നു നിൽക്കുവാൻ, സത്യത്തെ സ്നേഹിപ്പാൻ, സത്യത്തെ നാഥ വിൽക്കയല്ല വാങ്ങുവാൻ, മുറുകെ പിടിപ്പാൻ ദൈവത്തെ ആത്മാവിളിയവരെ സഹായിക്കണമേ. പോഷ്കിൽ പ്രിയപ്പെടുന്ന ഏവരും പുറത്ത് തന്നെയെന്ന്, പോഷ്ക്ക് പ്രവർത്തിക്കുന്നവർ അവർക്ക് നിത്യാഗ്നിയാണെന്ന് ദൈവവചനം പറയുമ്പോൾ, പോഷ്ക്ക് പറയുന്നവരുടെ വായ് അടഞ്ഞു പോകുമെന്ന് പറയുമ്പോൾ, ഞങ്ങളുടെ ജീവിതത്തെ സംഭവിക്കാതെ സത്യത്തിന് വേണ്ടി നൂർന്നു നിൽക്കുവാൻ എന്ത് വില കൊടുക്കേണ്ടി വന്നാലും സത്യത്തെ മുറുകെ പിടിച്ച് നാഥ അതിൽ നിന്ന് അതിന് തക്ക പ്രതിഫലം വാങ്ങുവാൻ ഞങ്ങളെ ഒരുക്കണമേ. അവിടുത്തെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. അന്നെ കേൾക്കുന്ന എല്ലാവരോടും ദൈവാത്മാവ് ഇടപെടണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ
നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.